ആരംഭിക്കുകയാണ്. എല്ലാവരെയും സെമിനാർ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ ബ്രോഡ്കാസ്റ്റ് കേബിൾ ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 21ാം എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം തന്നെ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും സെമിനാർ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Check. Check, check. Hello, hello. Check. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ ബ്രോഡ്കാസ്റ്റ് കേബിൾ ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 21ാം എഡിഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും മെഗാ കേബിൾ ഫെസ്റ്റിന്റെ സംഘാടകരായ കേരള ഇൻഫോ മീഡിയയുടെ ചീഫ് പ്രൊമോട്ടറുമായ ശ്രീ KV രാജനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, പ്രിയമുള്ളവരെ, കേബിൾ മെഗാഫെസ്റ്റിന്റെ 21ാമത് എഡിഷൻ ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ കേബിൾ TV ഇൻഡസ്ട്രിയുടെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് കേരളത്തിലെ മുഴുവൻ കേബിൾ TV ഓപ്പറേറ്റർമാരും ട്രേഡേഴ്സും മറ്റ് എക്സിബിറ്റേഴ്സും ഈ ഇൻഡസ്ട്രി ഒന്നാകെ ഒരാഘോഷമായി ഇട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ 10-20 വർഷക്കാലം ഈ മെഗാഫെസ്റ്റിനെ കാണാറുള്ളത്. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പൊതുവായ ഒരു ഒത്തുചേരൽ കൂടിയാണ് ഈ മെഗാഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ സംഭവിക്കാറുള്ളത്. ഈ വർഷവും നമ്മൾ അത്തരത്തിൽ വിപുലമായി തന്നെയാണ് ഈ മെഗാഫെസ്റ്റിനെ സമീപിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുമായി ബന്ധപ്പെട്ട് തുലനം ചെയ്യുമ്പോൾ കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരാണ് സാങ്കേതികമായും അല്ലെങ്കിൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപടി മുന്നിട്ട് ചിന്തിക്കുകയും അതിനനുസരിച്ച് അവരുടെ എല്ലാ ക്രമീകരണങ്ങളും കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാങ്കേതികമായ അറിവിന്റെ പിൻബലത്തിൽ കൂടിയാണ്. ഇത്തരത്തിൽ അറിവ് പകർന്നു കൊടുത്തതിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി ഈ മെഗാഫെസ്റ്റിന്റെ പങ്ക് തീരെ ചെറുതല്ല. മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് ഇൻഡസ്ട്രിയുടെ ഭാഗമായി സംഭവിക്കുന്ന എല്ലാ ദൈനംദിന അല്ലെങ്കിൽ സാങ്കേതിക മാറ്റങ്ങളും മറ്റു തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളും എല്ലാം ഇത്തരത്തിൽ നടക്കുന്ന മെഗാഫെസ്റ്റിലൂടെയും ഇതിന്റെ അനുബന്ധമായി നടക്കുന്ന സെമിനാർ, വിവിധ സെമിനാറുകൾ, സാങ്കേതിക സെമിനാർ ആയാലും ശരി, മീഡിയ സെമിനാർ ആയാലും ശരി, ട്രയൽ റെഗുലേഷന്റെ ഭാഗമായി വരുന്ന അത്തരം വസ്തുതകളായാലും ശരി, എല്ലാം ഇത് പകർന്നു കൊടുക്കുന്ന ഒരു പൊതുവേദി കൂടിയാണ് നമ്മുടെ ഈ മെഗാഫെസ്റ്റ്.
അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വർഷവും നമ്മളിവിടെ നടത്തുന്നുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമായി നടത്തുന്ന ഇത്തരം സെമിനാറുകളും അതിനോടനുബന്ധിച്ച് ഒട്ടേറെ പ്രമുഖ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഈ വേദികൾ പല ഘട്ടങ്ങളിലായി അലങ്കരിക്കും. ഇന്ന് ഏറ്റവും ആദ്യം ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങാണ്. അതിന്റെ ഔപചാരികമായ നാടമുറിക്കൽ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നിർവഹിച്ചു. പൊതുചടങ്ങിന്റെ സ്വാഗതം ആശംസിക്കുക എന്നുള്ള എന്നിൽ അർപ്പിതമായ കർത്തവ്യം അതിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ നമുക്കറിയാം, ഔപചാരിക എന്ന പേരിൽ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റായ ആരാധ്യനായ ശ്രീ അബൂബക്കർ സിദ്ദിഖാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് മെഗാഫെസ്റ്റിന്റെ പേരിലും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പേരിൽ ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടകനെയും നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒട്ടേറെ വേദികൾ പങ്കിട്ട സിഒയുടെ സഹയാത്രികനായി എന്നും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, ഇപ്പോഴും നമ്മോടൊപ്പമുള്ള സഫാരി ചാനലിന്റെ MD കൂടിയായിട്ടുള്ള ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് അതുപോലെ തന്നെ പ്രമുഖനായ ശ്രീ ശ്രീകണ്ഠൻ നായരാണ്. ശ്രീകണ്ഠൻ നായരെയും ഞാൻ എന്തെങ്കിലും പരിചയപ്പെടുത്താൻ പുറപ്പെട്ടാൽ സാഹസമാവും. ശ്രീകണ്ഠൻ നായരില്ലാതെ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹമില്ലാതെ നമുക്കെന്ത് ആഘോഷം. അതുകൊണ്ട് ശ്രീകണ്ഠൻ നായരെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല. ശ്രീകണ്ഠൻ നായർ എപ്പോഴും ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാൽ സിഒയെ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എല്ലാ പൊതുവേദിയിലും നിരവധി തവണ, ഒരു വർഷത്തിൽ തന്നെ പലതവണ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും മെഗാഫെസ്റ്റിന്റെ പേരിൽ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് BBC-യുടെ സൗത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ ഹെഡായിട്ടുള്ള ശ്രീ സുനിൽ ജോഷിയാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷവും നമ്മളോടൊപ്പം ഈ മെഗാഫെസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വേദിയിലും മറ്റു 2 ദിവസം ഇവിടെ താമസിച്ച് ഇതിന്റെ നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച ഒരു വ്യക്തിയാണ്. വെൽക്കം മിസ്റ്റർ സുനിൽ ജോഷി ഓൺ ദി ഗ്രാൻഡ് ഒക്കേഷൻ ഓഫ് കേബിൾ മെഗാഫെസ്റ്റ്. ശ്രീ സുനിൽ ജോഷിയെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന് ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്നത് ശ്രീ N. ഹരികുമാറാണ്. മെഗാഫെസ്റ്റിന്റെ നമുക്കറിയാം, N. ഹരികുമാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷന്റെ പ്രമുഖ ഭാരവാഹികൾ, അതുപോലെ തന്നെ നമ്മുടെ സംരംഭ കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഡയറക്ടർമാർ, മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ തുടങ്ങിയവർ, അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ഇതിന്റെ ഓർഗനൈസേഷൻ കമ്മിറ്റിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇവിടെ ഈ എക്സിബിഷൻ ഏറ്റവും വിജയകരമാക്കാൻ വേണ്ടി ഇവിടെ ഇന്നലെ മുതലൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള പ്രമുഖരായ എല്ലാ എക്സിബിറ്റേഴ്സ്, ട്രേഡേഴ്സ്, മറ്റെല്ലാവരെയും, മാധ്യമപ്രവർത്തകർ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ട്, എല്ലാവരെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്ന് ഈ ചടങ്ങിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് അധ്യക്ഷനോട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 21ാം എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബൂബക്കർ സിദ്ദിഖാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ മെഗാ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കൂടിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര, പ്രിയങ്കരനായ ശ്രീകണ്ഠൻ നായർ, ബഹുമാന്യനായ സുനിൽ ജോഷി, അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി KV രാജൻ, മെഗാ ഫെസ്റ്റിന്റെ സംഘാടക സമിതിയുടെ കൺവീനർ ശ്രീ N. ഹരികുമാർ, പ്രിയമുള്ള സഹപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, എക്സിബിറ്റേഴ്സ്, മറ്റ് പ്രിയമുള്ളവരെ, സ്വാഗതപ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കേബിൾ ഇൻഡസ്ട്രിക്കകത്ത് നൂതനമായ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വേഗതയിൽ ഈ ഇൻഡസ്ട്രിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചാണ് മെഗാഫെസ്റ്റുകൾ. കഴിഞ്ഞ 22 വർഷമായി, കോവിഡ് കാലത്ത് ഒരു വർഷം നടത്താൻ കഴിഞ്ഞില്ല, അതിന്റെ 29ാമത് മെഗാഫെസ്റ്റാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. തീർച്ചയായും കേരളത്തിൽ കേബിൾ TV മേഖല, ബ്രോഡ്കാസ്റ്റിംഗ് മേഖല, ബ്രോഡ്ബാൻഡ് മേഖല ഒക്കെ വളരെ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. അതിന് ഇത്തരം പരിചയപ്പെടുത്തലുകൾ എല്ലാ രംഗത്തുമുള്ള ആളുകളെയും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയും പരിചയപ്പെടുത്തുക. നമുക്കറിയാം, ഇതിന്റെയൊക്കെ തുടക്കത്തിലേക്ക്, മെഗാഫെസ്റ്റിന്റെ ഒക്കെ തുടക്കത്തിൽ വളരെ കുറച്ച് മലയാളം ചാനലുകളും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ചാനലുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അന്നൊക്കെ ചാനലുകാർ തന്നെ അവരുടെ അവരുടെ കണ്ടന്റുകളൊക്കെ പരിചയപ്പെടുത്തുന്നതിന് പങ്കെടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നതൊക്കെ മാറി അനവധി ചാനലുകൾ മലയാളത്തിലും മറ്റ് ഭാഷകളിലും ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുന്നതിൽ
ഈ രംഗത്തെ കേബിൾ ഓപ്പറേറ്റർമാരും ടെക്നീഷ്യന്മാർക്കും ഒക്കെ ഗുണകരമായ രീതിയിലാണ് എക്സിബിഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതുപോലെ തന്നെ ഈ രംഗത്ത് ടെക്നോളജി വളരെ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ എക്സിബിഷനും അത്തരത്തിലുള്ള കുറെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ ഘട്ടങ്ങളിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാറുന്ന വിവരവിനിമയ മാധ്യമ മേഖലയിലെ പ്രവണതകളും ഭാവി സാധ്യതകളും പുതുസങ്കേതങ്ങളും ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഈ 21ാം പതിപ്പിന് തിരിതെളിയിക്കുന്നത് നമുക്ക് ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. സഞ്ചാരത്തിലൂടെ ലോകത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ, കേരളത്തിന്റെ പുരോഗതിക്കായി തന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന വിശ്വസഞ്ചാരിയും കേരള ആസൂത്രണ ബോർഡ് അംഗവുമായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 21ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി സഫാരി ചാനൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ COAയുടെ പ്രസിഡന്റായ ശ്രീ അബൂബക്കർ സിദ്ദീഖ്, പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാർ, പ്രിയപ്പെട്ട ശ്രീ സുനിൽ ജോഷി, ശ്രീ KV രാജൻ, ജനറൽ സെക്രട്ടറി COA, ശ്രീ NE ഹരികുമാർ, COAയുടെ പ്രധാന പങ്കാളികളായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. മാധ്യമ മേഖലയും അതിവേഗം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. മാധ്യമ മേഖലയുടെ ടെക്നോളജി നമുക്കൊന്നും മനസ്സിലാകാത്ത വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം എങ്ങനെയായിരിക്കും മനുഷ്യരിലേക്ക്, ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് സന്ദേശങ്ങൾ, അറിവുകൾ, ആസ്വാദനം എത്തുക എന്ന് നമുക്കിന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. 13 വർഷം മുമ്പ് 2011 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സഫാരി എന്ന ചാനലിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ എന്റെ മുന്നിൽ ടെലിവിഷൻ എന്ന മാധ്യമം എങ്ങനെയൊക്കെ ഭാവിയിൽ മാറും എന്ന് ഏകദേശം ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ചാനല് രൂപപ്പെടുത്തുമ്പോൾ അതിന്റെ ആശയങ്ങളും അതിന്റെ ടെക്നോളജിയും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ രൂപപ്പെടുത്തിയത്. എന്നാൽ പെട്ടെന്ന് 2015 ആയപ്പോഴേക്കും, ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും, ടെലിവിഷൻ എന്ന മാധ്യമം, പരമ്പരാഗത ടെലിവിഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ചാനൽ വലിയ താമസിയാതെ നിലവിലുള്ള സംവിധാനങ്ങളിൽ നിന്ന്, നിലവിലുള്ള വിതരണ രീതികളിൽ നിന്ന്, നിലവിൽ കാണുന്ന ഉപകരണങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമാകും എന്ന ഒരു സൂചന കിട്ടിത്തുടങ്ങി.
ഇന്ന് ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഒരു 40 വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളിൽ 90% പേരും ടെലിവിഷൻ എന്ന് പരമ്പരാഗതമായി നമ്മൾ വിളിച്ചിരുന്ന ആ ഉപകരണത്തിലൂടെ TV ചാനലുകൾ കാണാറില്ല എന്നാണ്. സഫാരി TV ടെലിവിഷനിൽ ഞാൻ കണ്ടിട്ട് ഇപ്പൊ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. സഫാരി ചാനൽ ടെലിവിഷൻ സെറ്റിൽ ഞാൻ കണ്ടിട്ടിപ്പോ 1.5 വർഷം കഴിഞ്ഞു. ടെലിവിഷൻ മോണിറ്ററിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോയിലെ ചില സംവിധാനങ്ങളിൽ ഞാൻ കാണാറുണ്ട്, പ്രിവ്യൂ കാണാറുണ്ടെന്നുള്ളതല്ലാതെ വീട്ടിൽ സഫാരി ചാനലിലെ പരിപാടികൾ പോലും എന്റെ കുടുംബാംഗങ്ങളും കാണുന്നത് യൂട്യൂബിലൂടെയാണ്. അതായത് നമ്മളൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന കാലത്ത് ഒരിക്കലും ചിന്തിക്കാത്ത മാറ്റത്തിന് വിധേയമായിരിക്കുന്നു. ഈ മാറ്റം 2023 കൊണ്ട് അവസാനിക്കാൻ പോകുന്ന ഒരു മാറ്റമല്ല. മാറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ, മാറ്റം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ടെക്നോളജികളെയും നമ്മളുടെ പ്രവർത്തന മേഖലയെയും മാറ്റിമറിക്കാൻ പോകുന്നു എന്ന് നമുക്കിപ്പോഴും ഒരു ഊഹം പോലും കിട്ടിയിട്ടില്ല. അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾക്ക് അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ ഇൻഡസ്ട്രി വിധേയമാകാൻ പോവുകയാണ്. അങ്ങനെ അതിവേഗം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, ഇവിടെ ഈ കാലാവസ്ഥ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ 2018 ഒരു പ്രളയം ഉണ്ടാവും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. 2020 2019 അവസാനം കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇൻഡസ്ട്രി വലിയ കോവിഡിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം മെഗാ കേബിൾ ഫെസ്റ്റ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം നാളെ നമ്മൾ എവിടേക്ക് എത്തും, നാളെ നമ്മുടെ തട്ടകം എങ്ങനെയായിരിക്കും, നാളെ നമ്മൾ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ സൂചനകളാണ് ഇത്തരം ഇവന്റുകളിലൂടെ, ഇത്തരം ഫെസ്റ്റിലൂടെ, ഇത്തരം എക്സിബിഷനുകളിലൂടെ നമ്മളുടെ പ്രവർത്തകരിലേക്ക്, നമ്മളുടെ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ലോകത്തെ ഈ മാറ്റത്തെക്കുറിച്ച് നമ്മൾ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ മാറ്റത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവര് ഈ ഇൻഡസ്ട്രിയിൽ നിന്നേ പുറത്താകും എന്നുള്ളല്ലാതെ മറ്റൊന്നും സംഭവിക്കാനും പോകുന്നില്ല. കാലത്തിനൊപ്പം നീങ്ങുക, ടെക്നോളജിക്കൊപ്പം മുന്നോട്ട് പോവുക, ടെക്നോളജിയുടെ സാധ്യതകൾ എന്തെന്ന് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, ഇത് മാത്രമാണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാനുള്ളത്. നമ്മളുടെ എക്യുപ്മെന്റ്സ് പോലും മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 1997 മുതൽ സഞ്ചാരം എന്ന ഒരു പരിപാടി നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ ലോകയാത്രകൾ നടത്തുമ്പോൾ എനിക്കറിയാം, ഞാൻ ആദ്യം ചുമന്നുകൊണ്ടുപോയിരുന്നത് വലിയൊരു ക്യാമറയാണ്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ചുമക്കാൻ മാത്രം വലിപ്പമുണ്ടായിരുന്ന ഒരു ക്യാമറ കൊണ്ട് സഞ്ചാരം 97 ആരംഭിച്ചെങ്കിൽ ഇന്ന് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, കോവിഡിന് ശേഷം സഞ്ചാരം ചിത്രീകരിക്കുന്നതും അത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമായി വിടുന്നതെല്ലാം ഞാനൊരു മൊബൈൽ ഫോണിലാണ്. മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത സഞ്ചാരമാണ് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് മലയാളികൾ കാണുന്നത്. അപ്പോ നമ്മൾ അപ്രസക്തരെന്ന് കരുതിയിരുന്നവർ, അശക്തരെന്ന് കരുതിയിരുന്നവർ, ഒട്ടും സംഘടിതരല്ല എന്ന് കരുതിയിരുന്നവരൊക്കെ കളം പിടിക്കുകയും അതിശക്തർ എന്ന് കരുതിയിരുന്നവർ കളമൊഴിയുകയും ചെയ്യുന്ന കാലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രതിഭാസങ്ങൾ, പ്രസ്ഥാനങ്ങൾ എന്ന് കരുതിയിരുന്ന പലതും നാളെ ഈ മാറ്റത്തിന് വിധേയമായില്ലെങ്കിൽ അപ്രസക്തമായി പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടെക്നോളജി വളരുമ്പോൾ സംഭവിക്കുന്നത് ഒരാളുടെ കരുത്തല്ല, അയാളുടെ പണത്തിന്റെ ആധിക്യമല്ല, അയാളുടെ പ്രതിഭ മാത്രമായിരിക്കും സർവൈവ് ചെയ്യുക എന്ന സൂചനയാണ് നമുക്ക് ഇതുവരെയുള്ള കാലം കൊണ്ട് ലഭിച്ചത്. അതുകൊണ്ട് ടെലിവിഷൻ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നവരും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും ഒക്കെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രചാരം, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന പോപ്പുലാരിറ്റി, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കസ്റ്റമർ ബേസ് നാളെ ഉണ്ടാകുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിസാരെന്ന് നമ്മൾ കരുതുന്ന, നമ്മൾ പഠിച്ചിരിക്കുന്ന സോ കോൾഡ് ടെക്നോളജി ഒന്നും പഠിക്കാതെ രംഗത്തിറങ്ങിയ ആളുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത അറിയുന്ന ഒരു പയ്യൻ നിങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട്, ഞങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിലെ താരമായി ഉദിക്കാൻ അധിക സമയം വേണ്ടാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ടെക്നോളജിക്ക് ഒപ്പം നിൽക്കുക, ടെക്നോളജിയുടെ കൂടെ നടക്കുക, ടെക്നോളജി എങ്ങനെയാകുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ മെഗാ ഫെസ്റ്റ്. അതിൽ കുറെ യന്ത്രങ്ങളെ പരിചയപ്പെടുത്തുകയല്ല, ആ യന്ത്രങ്ങളുടെ മാറ്റങ്ങളിലൂടെ നാളെ എങ്ങനെയാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണിത്. അതുകൊണ്ട് തീർച്ചയായും ഇത് വലിയൊരു മുന്നേറ്റത്തിന്റെ, വലിയൊരു മാറ്റത്തിന്റെ ഒരു പ്രധാന ചാലക ശക്തിയായി ഈ മെഗാ കേബിൾ ഫെസ്റ്റ് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ വളരെ ദീർഘമായി പ്രസംഗിച്ച് ഇതിന്റെ പ്രധാന കാമ്പായ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഇത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മൾ, ഞാൻ ഉൾപ്പെടെ, നിങ്ങളുൾപ്പെടെ ഈ ഒരു സമൂഹം അതിവേഗം ലോകത്തിന്റെ ഈ മാറ്റത്തിനൊപ്പം നിന്നില്ലെങ്കിൽ പുറത്താകുന്ന ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ ടെക്നോളജികൾ പഠിക്കുകയും കൂടെ നിൽക്കുകയും അതിനൊപ്പം സഞ്ചരിക്കുകയും അതിവേഗം മാറുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ നാളെ ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവുക. ഇത് പച്ചയ്ക്ക് ഇത്തരം പരിപാടികളിൽ വിളിച്ചു പറയാൻ പാടില്ലാത്തതാണെങ്കിലും പറഞ്ഞു പോയതാണ്. ഇത് കൃത്യമായി തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ, അതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അപ്പോ ഈ മാറ്റത്തിനൊപ്പം നമുക്ക് നിൽക്കാം, ഈ മാറ്റത്തിന്റെ മുന്നേ നടക്കാം. ടെക്നോളജിയെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ഭാവിയിലേക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങളെയും ഒക്കെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്നവരാവാം. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന പ്രതാപത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സർ. മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 21ാം പതിപ്പിന്റെ ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യാതിഥികളായി എത്തിയിരിക്കുന്നത് ടെലിവിഷൻ മാധ്യമ മേഖലയിലെ പതിറ്റാണ്ടുകളുടെ അനുഭവ പാരമ്പര്യമുള്ള പ്രതിഭാധനരാണ്. ഫ്ലവേഴ്സ് TV മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്രീകണ്ഠൻ നായർ. നമ്മൾ തമ്മിലൂടെ ആരംഭിച്ച് 24 ന്യൂസ് വാർത്താ ചാനൽ, ഫ്ലവേഴ്സ് ചാനൽ എന്നിവയിലൂടെ മലയാളികളുടെ സ്വന്തം SN ആയി മാറിയ ശ്രീകണ്ഠൻ നായർ കേരള വിഷനോടൊപ്പം എന്നും ചേർന്ന് നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മെഗാ ഫെസ്റ്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ അബൂബക്കർ സിദ്ദീഖ്, ശ്രീ KV രാജൻ, ഉദ്ഘാടകനായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, ശ്രീ സുനിൽ ജോഷി, ശ്രീ കിഷൻ കുമാർ, ശ്രീ N. ഹരികുമാർ, പ്രിയപ്പെട്ടവരെ, ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യം വളരെ അർത്ഥവത്താണ്. കാലം ഒരുപാട് മാറുകയാണ്. നമുക്കറിയാം, ലോകത്ത് സാങ്കേതികമായി ഉണ്ടാക്കുന്ന മാറ്റം വളരെ പെട്ടെന്ന് തന്നെ ഈ കൊച്ചു കേരളത്തിൽ വരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 40 വയസ്സിന് താഴെയുള്ള ആളുകളൊക്കെ തന്നെ ടെലിവിഷനിൽ നിന്ന് മാറി മൊബൈൽ ഫോണിലേക്കും ചെറിയ സ്ക്രീനിലേക്കും മാറിയ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ വളരെ യാഥാർത്ഥ്യത്തോടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും നടക്കുന്ന കാര്യം തന്നെയാണ്. എന്നെ അമ്പരപ്പിക്കുന്നതും ഒരുപക്ഷെ വല്ലാണ്ട് സന്ദേഹിപ്പിക്കുന്നതും മറ്റൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികളിപ്പോ കാനഡയിലേക്കും വിദേശ നാടുകളിലേക്കും ഒക്കെ പോകുന്നു പഠിക്കാനായിട്ട്. പഠിച്ച് മിക്കവാറും അവരവിടെ തന്നെ ജോലി തേടുന്നു. യുക്രൈനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇത്രയധികം മലയാളികൾ ഈ യുക്രൈൻ പോലൊരു രാജ്യത്ത് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. ചെറിയൊരു നമ്പറായിരുന്നു നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഈ അടുത്തിടെ ഒരു മാസത്തിന് മുമ്പ് ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കേരളത്തിലൊരു അന്വേഷണം നടത്തി. 2030 കേരളം എങ്ങനെയായിരിക്കും? വളരെ അപകടപ്പെടുത്തുന്ന ചില അന്വേഷണ ഫലങ്ങളും ഒക്കെയാണ് നമുക്ക് ലഭിച്ചത്. 2030 ആകുമ്പോൾ ഒരു 25% വീടുകൾ കേരളത്തിൽ അടഞ്ഞുകിടക്കും, താമസിക്കാൻ ആളില്ലാതെ. ഒരു ജില്ലയിൽ ഒരു 10-15 ഓൾഡ് ഏജ് ഹോമുകൾ ഉണ്ടാവും. അതിനേക്കാളും ഞാൻ കാണുന്ന അപകടം, എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്, കേരളത്തിൽ യങ്സ്റ്റേഴ്സ് വലുതായിട്ട് കാണത്തില്ല. അവരൊക്കെ കേരളം വിട്ടോ ഇന്ത്യ വിട്ടോ പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദേശത്തേക്ക് നിങ്ങൾക്കറിയുന്നത് പോലെ കേരളത്തിലെ ഒരു വിദ്യാർത്ഥികളെ കാനഡയിലേക്കൊക്കെ അയക്കുന്ന ഒറ്റ ഏജൻസി, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, 8000 വിദ്യാർത്ഥികളെയാണ് ഒരു രാജ്യത്തേക്ക് മാത്രമായിട്ട് അവർ ഈ വർഷം കയറ്റി അയക്കുന്നത്. അങ്ങനെ കേരളത്തിൽ എത്രയധികം ഏജൻസികളുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 2030 ആകുമോ എന്നെനിക്കിപ്പോൾ സംശയമാണ്. ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും
വിദേശ നാടുകളിലേക്ക് ചേക്കേറാൻ തയ്യാറെടുത്തിരിക്കുന്നു. അതിന് ഈ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു പ്രേരക ഘടകമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ഇതൊക്കെ സ്വർഗമാണെന്ന് ഇവിടുത്തുകാരെ കാണിച്ചു കൊടുത്ത് അവരെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുക. ഒരുപാട് നാടുകൾ പരിചയപ്പെടാനൊക്കെ അദ്ദേഹത്തിന്റെ സഞ്ചാരം വഴികാട്ടിയായിട്ടുണ്ട്. മാത്രമല്ല വിദേശ നാടുകളിൽ പോയി വളരെ വ്യവസ്ഥാപിതമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ജീവിക്കാൻ കുറച്ചുകൂടി താല്പര്യം വരികയും അവിടെ കല്യാണം കഴിക്കുകയും പറ്റുമെങ്കിൽ ആ നാട്ടുകാരി തന്നെ കല്യാണം കഴിച്ച് അവിടെ കുട്ടികളുണ്ടായി ആ ഒരു തലമുറയിൽ നിന്ന് ആളുകൾ പിന്നെ കേരളത്തിലേക്ക് വരുന്നതേയില്ല. അമേരിക്കൻ നീയുടെ ഒരു കുടുംബം അവിടുത്തെ ഒരു 65 വയസ്സായ തന്തപ്പടിയുടെ സമ്മർദ്ദം കൊണ്ട് ഭാര്യ, അവിടുത്തെക്കാരി അമേരിക്കക്കാരി ഭാര്യയാണ്, 2 മക്കളുമായിട്ട് തിരുവല്ലയിലെ തറവാട്ടിൽ വന്നു. ആദ്യ ദിവസം തന്നെ പാറ്റ, പല്ലി, പഴുതാര ഇത്യാദി ഇനങ്ങളെ കണ്ട് കുട്ടികൾ പേടിച്ചുപോയി. അവർ പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. തിരുവല്ലയിലെ ഒരു കൊള്ളാവുന്ന ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ അവർ താമസം മാറ്റി. അവിടെയുണ്ട് പഴുതാരയുടെ ശല്യം. രണ്ടാമത്തെ ദിവസം 2 ആഴ്ച താമസിക്കാൻ വന്ന ആ അമേരിക്കൻ മലയാളി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി കുടുംബസമേതം. വലിയൊരു അപകടം പിടിച്ച അവസ്ഥയായിരിക്കും ചെറുപ്പക്കാരില്ലാത്തൊരു കേരളം. നമുക്കിഷ്ടം പോലെ വിവാദങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്ന സംസ്ഥാനമാണത്. അതുകൊണ്ടൊക്കെയാണ് വാർത്താ ചാനലുകളൊക്കെ ജീവിച്ചു പോകുന്നത് എന്നത് മറ്റൊരു കാര്യം. അപ്പൊ ഈ ചാനലുകൾ പറയാത്ത ഒരു യാഥാർത്ഥ്യമാണിത്. നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സ് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമോ? എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ അവർക്ക് നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. നമ്മുടെ സിലബസുകളൊക്കെ ഒരുപാട് പഴക്കം ചെന്നതാണ്. നല്ല തൊഴിലുകൾ, നല്ല ശമ്പളം കിട്ടുന്ന തൊഴിലുകൾ കിട്ടാനുള്ള കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നില്ല. വിദേശ സർവകലാശാലകൾക്ക് ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുമതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ LDF സർക്കാരും നയപരമായിട്ട് കേരളത്തിലേക്ക് വിദേശ സർവകലാശാലകൾ വരുന്നതിന് അനുകൂലമാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ കാലമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാർഡ്വാർഡും ഓക്സ്ഫോർഡും ഒക്കെ തന്നെ കേരളത്തിലേക്ക് വരികയും ഇവിടെ ഏറ്റവും ഉന്നതമായ ബിരുദങ്ങൾ സമ്പാദിക്കാൻ കഴിയുകയും ഇവിടെ അവർക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ കൊഴിഞ്ഞുപോക്ക്, ഈ ബ്രെയിൻ ട്രെയിൻ എന്ന് പറയുന്ന തലച്ചോർ ചോർച്ച ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷെ വലിയ അപകടം പിടിച്ച ഒരു കാഴ്ചയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഞാനൊക്കെ ആലോചിക്കുന്ന ഇത്രയൊക്കെ പ്രായമായതുകൊണ്ട് ഈ ചെറുപ്പക്കാരില്ലാത്തൊരു സംസ്ഥാനം കാണാനുള്ള അവസ്ഥയ്ക്ക് മുമ്പേ നമ്മളെല്ലാം ക്രീ കൂടി പോകും എന്നുള്ളൊരൊറ്റ ആശ്വാസമാണ് എനിക്കിപ്പോൾ ഉള്ളത്. കേരളം എന്ന് പറയുന്ന ഈ മണ്ണിന്റെ പച്ചപ്പും ഈ കേരളത്തിൽ മാത്രം ഗുണമായി നമുക്ക് പറയാൻ കഴിയുന്നൊരു 100 കാര്യങ്ങളെങ്കിലും ഉണ്ട്. ആ 100 കാര്യങ്ങൾ നമ്മുടെ പുതിയ ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടും ഒരു ജീവിതം തേടി വിദേശത്ത് പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്താനുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല എന്നതുകൊണ്ടും ഈ ഒരു ദുസ്സഹമായ സാഹചര്യം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെക്കുറിച്ച് ആരെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ പദ്ധതികളൊക്കെ തന്നെ രൂപപ്പെടുത്തുമ്പോൾ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ മുന്നിൽ കാണാറുള്ളൂ. 2050 എന്തായിരിക്കും കേരളം എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മുടെ വരുന്ന തലമുറകൾ അല്ലെങ്കിൽ 2 തലമുറയ്ക്കപ്പുറമുള്ള ആളുകൾ കേരളത്തിൽ ശ്വസിക്കുന്ന വായുവിന്റെ സ്വഭാവം എന്തായിരിക്കും, ഇവിടുത്തെ മഴയുടെ രീതി എങ്ങനെയായിരിക്കും, മാത്രമല്ല കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നമുക്കൊരു വലിയ, ഞാൻ കൊച്ചിയിലിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് എന്റെ വീട്ടിൽ വെള്ളം കയറിയുന്ന ആളിൽ വിളിച്ചു പറയുക, തലസ്ഥാന നഗരിക്ക് നടുവിലാണ് എന്റെ വീട്, കാര്യമൊന്നുമില്ല. എത്ര വലിയ പട്ടണമായാലും വീട്ടിൽ വെള്ളം കയറുമെന്നുള്ള അവസ്ഥയാണ്. കല്ലടയാർ ഒഴുകുന്ന പോലെയാണ് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കോസ്മോപൊളിറ്റൻ ആശുപത്രിയുടെ പിൻഭാഗത്തൂടെ വെള്ളം ഒഴുകുന്നത്. അപ്പൊ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത ജീവിത സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇതൊരു നമ്മുടെ ഒരു പ്രതിസന്ധി മാത്രമാണ്. നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ ലോകത്ത് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ കഴിയുന്നത് ഈ മൊബൈൽ ഫോൺ വഴിയാണ്. ഇതിനകത്ത് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നതിൽ ഏറ്റവും വലിയ അപകടം ഉണ്ടാകാൻ പോകുന്നത് ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ എന്റർടൈൻമെന്റ് TV ചാനലുകൾക്കായിരിക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം ഇപ്പോൾ TRA ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് 10 മിനിറ്റിൽ കൂടുതൽ 1 മണിക്കൂർ നിങ്ങൾ പരസ്യം കൊടുക്കാൻ പാടില്ല എന്നാണ്. 10 മിനിറ്റ് പരസ്യം കൊടുത്തുകൊണ്ട് ഈ ചെറിയ മാർക്കറ്റിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ TRAക്ക് ഇത് കൺവിൻസ്ഡ് ആവുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് പരസ്യം സംപ്രേഷണം ചെയ്ത് ഈ പ്രേക്ഷകരെ കൂടി
അലോസരപ്പെടുത്തി ആട്ടി ഓടിക്കണോ എന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല കോടതിയിലൊരു കേസ് നടക്കുകയാണ് ഇപ്പോൾ. ആ കേസിന്റെ വിധി എങ്ങനെ വരുന്നു എന്ന് അറിയില്ല. വിധി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൽ വലിയൊരു മാറ്റം ഇന്ത്യയിൽ ഉടനീളം ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരിക. 850 TV ചാനലുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയെ പോലൊരു രാജ്യത്ത് പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരുന്ന അത്ര എളുപ്പമല്ലെങ്കിൽ പോലും ഈ ലോകത്ത് ടെക്നോളജി കൊണ്ടുവരുന്ന മാറ്റം ഒരുപക്ഷെ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറഞ്ഞതുപോലെ ഈ നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ വളരെ അലങ്കാരത്തോടെ പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ റോബോട്ടുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ റോബോട്ടുകൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തെ തുരങ്കം വയ്ക്കും എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്തരമൊരു ഇന്റലിജൻസ് പദ്ധതി തന്നെ ലോകത്തിന് അപകടം ചെയ്യുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരുപാട് സാങ്കേതിക വിദഗ്ധന്മാർ ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലേഖനങ്ങളും കുറിപ്പുകളും ടെലിവിഷൻ പരമ്പരകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യന്റെ സാമാന്യ ബുദ്ധി കടന്നു പോകാൻ പറ്റുന്ന നമ്മുടെ സ്വാഭാവിക ജ്ഞാനബോധ മണ്ഡലത്തെ കടന്നു പോകാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ അടുത്ത ഒരു 20 കൊല്ലത്തിനകം സംഭവിക്കും. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ യങ്സ്റ്റേഴ്സും ചെറുപ്പക്കാരും ഇല്ലാതെ പോകുന്ന സാഹചര്യം സംജാതമാകുമോ എന്ന് പറഞ്ഞാൽ നാളെ ഒരു ദിവസം എല്ലാ ചെറുപ്പക്കാരും അമേരിക്കയിലേക്ക് ചേക്കേറും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഈ ബംഗാൾ, ആസാം അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് നമ്മുടെ അതിഥി തൊഴിലാളികൾ ഇൻവെർട്ടർ കോമയിൽ വിളിക്കുന്ന ഒരുപാട് സംസ്ഥാനത്തിനപ്പുറത്ത് നിന്ന് തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നു. അവർ ചെയ്യുന്ന ജോലിയൊന്നും നമ്മുടെ ആളുകൾക്ക് ചെയ്യാനും കഴിയുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും സാങ്കേതികമായി നമ്മൾ ഉണ്ടാക്കുന്ന ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശ നാടുകളിൽ ഉണ്ടാക്കുന്ന വളർച്ചയിൽ വരുന്ന മാറ്റങ്ങളിൽ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. ആ വളർച്ചയിൽ അതിനൊപ്പം സഞ്ചരിക്കുവാനും ആ വളർച്ചയെ നമ്മുടെ കാലത്തിന്റെയും നമ്മുടെ നാടിന്റെയും രീതിക്കനുസരിച്ച് മാറ്റിമറിക്കുവാനും കഴിയുക. കേരള വിഷൻ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനമുള്ള കേബിൾ TV ശൃംഖലയാണ്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ 10ാമത് എത്തിയിരിക്കുന്ന കേബിൾ TV ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ആദരവറിയിക്കുന്ന 10 ശൃംഖലകളിൽ ഒന്നായി ഈ കേരള വിഷന് മാറാൻ കഴിഞ്ഞു. ഒരുപക്ഷെ കേരള വിഷന്റെ യാത്രയൊക്കെ തന്നെ കുറെ അധികം ആളുകളുടെ സംഘടിതമായ കമ്മിറ്റ്മെന്റിന്റെ ഫലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഫ്ലവേഴ്സും 24 ഒക്കെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്താൻ തീർച്ചയായും കേരള വിഷൻ വളരെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഈ മെഗാ കേബിൾ ഫെസ്റ്റിൽ മിക്കവാറും ഞാൻ ഏതെങ്കിലും ഒരു പരിപാടിയിൽ അതിഥിയായി എത്താറുണ്ട്. ഇത്തവണയും അതിൽ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ നമ്മൾ നാളത്തെ ഇപ്പോൾ ഈ ഡേറ്റ ട്രാൻസ്ഫറിലായാലും മറ്റ് സാങ്കേതിക രംഗത്തുണ്ടാക്കുന്ന മാറ്റത്തിലായാലും കേബിൾ വിഷന് കാലത്തിനൊത്ത് മാറാൻ കഴിയട്ടെ. അതിനാകട്ടെ കാരണം എനിക്ക് തോന്നുന്നത് ഏത് സ്ഥാപനത്തിന്റെ ആയാലും R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ആയിരിക്കും ശക്തമാകേണ്ടത് എന്ന് ആളുകൾ പറയാറുണ്ട്. കേരള വിഷനും അങ്ങനെ ഒരു R&D ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് ശക്തമാക്കട്ടെ. ഈ നാട്ടിൽ കേബിൾ ടെലിവിഷൻ അല്ലെങ്കിൽ കേബിൾ ശൃംഖല വർദ്ധിപ്പിച്ച് കേബിൾ വിപ്ലവത്തിനും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിറ്റി വ്യൂവിങ്ങിന് സമൂഹമായിട്ടിരുന്ന് കൂട്ടമായി വീട്ടിലുള്ള ആളുകളെല്ലാം ഇരുന്ന് കൂട്ടമായിരുന്ന് TV കാണാനുള്ള സാഹചര്യം സംജാതമാക്കാൻ അനുകൂലമായ ഘടകങ്ങളുണ്ടാക്കിയ കേരളത്തിലെ കേബിൾ TV സംരംഭങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരള വിഷന് എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുന്നു. അതോടൊപ്പം ഈ മെഗാ കേബിൾ ഫെസ്റ്റിന് എന്റെ എല്ലാവിധമായ ആശംസകളും എല്ലാ വർഷത്തെയും പോലെയും ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. ഗുഡ് ബൈ. നന്ദി സർ. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ശ്രീ സുനിൽ ജോഷിയാണ്. BBC സ്റ്റുഡിയോസിന്റെ സൗത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ ഹെഡായി പ്രവർത്തിച്ചു വരികയാണ് ശ്രീ സുനിൽ ജോഷി. മെഗാ കേബിൾ ഫെസ്റ്റിന്റെ എല്ലാ പതിപ്പുകളിലും നമുക്ക് പൂർണ്ണ പിന്തുണ നൽകി കൊച്ചിയിലെത്തി നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Thank you. I would like to take this opportunity first to thank the management here for inviting me for this very remarkable inauguration function that I have been attending. And the gentleman before me, Mr. Santhosh and Mrs. Sreekandan, addressed the audience in the local language. But unfortunately, I can't connect that fluently in the local language, but I promise next time whenever I'll come, I'll try and converse in some lines in the local language. Thank you. So, thank you, Mr. Abubakar Siddiqui, Mr. Rajan, and Mr. Hari Kumar. Basically, this Mega Cable Fest has been getting organized for a number of years, for past I think more than 2 decades, and
what it does collectively is basically it brings together the distribution and broadcasting ecosystem and all the stakeholders of the ecosystem of the value chain under one roof. And we have been witnessing the participants over the years now, and the progression is clearly visible, how it could have been those 2 decades back, and now the participants, the progression which is happening globally is reflecting in this part of world also. So we have been meeting for this reason for so many years. What practically we do here is we renew our energies, we renew our relationships in form of the commitment that is required to march forward in this complex world. So when I look at it, from KCCL, from the organization body point of view, and from the BBC point of view, it goes quite a long way. And of course, BBC is known for its international news and content. It's an 100-year-old organization, and we have been successfully producing and delivering content from the 0 to 6-year-old child through the CBBS channel and the eldest possible consumer through BBC News. And we have been trying to cater the ecosystem through various mediums of service provision that we make. We have 7 local language news services also in this part of the world. And so BBC collectively caters to more than 125 million consumers in India. So now when we look at the market scenario, what we find is various distribution mediums like cable, IPTV, DTH, OTT, mobility, and mobility getting into 5G and 6G now, and then next, which is latest, is now coming now post the licensing of the satellite services, satellite bandwidth, that is satellite broadband. So these are the natural progressions that they are taking place. Some new technologies are invented to cater the old discoveries that we had in past, like radio used to exist on amplitude modulation, frequency modulation, and then which has become now again a household thing. Radio got suppressed because of FM, but now it picked up differently, and which is again a major media outlay. So that's how it has been kept evolving. And if we look at the APAC, Asia Pacific scenario, if as a matter of reference I'm just giving, because Kerala is such a place where we have man-woman ratio is intact compared to across the country, and literacy rate is highest in the country. So we will see how the technological reflection which is happening globally, or for that matter APAC, is reflecting here. And how is it reflecting? I'll try and share my observations on that. In APAC, if we consider economic value has been shared by the online and all digital categories, and because these online values have been shared, the values have been shared by online services, it has benefited all the categories. Now we call it linear services or digital services or mixed or hybrid services. So this, whatever has this exploitation has happened, it has benefited all. So now, when we look at linear services, amidst all these challenges, the reachability, the content novelty, and convenience, and non-appointment viewing pattern of the content, this TV business, pay TV, has retained its relevance and scale till today. And research says it will continue retaining its relevance for at least next 7 to 8 years in this mode. Because
as the gentleman here, they expressed, we have a community viewing pattern. We sit together and view the content. That's where we get pleasure when we view the content along with the family members. So that is where it is. So pay TV is going to be extremely relevant going forward. And when we talk about economical value which gets distributed, economical value correlate to the engagement. Now when we talk about the different types of engagement, some of them is family and all that. So how the service provider who's majorly, say KCCL and KCCL broadband services, catering to it, how effectively, how efficiently in terms of the value proposition, what they offer to the consumers, at what price points and what satisfaction level. So that is where this value proposition reflects when we say economical value correlates to the engagement of the product. So the whole pay TV subscription market is close to around 5 billion in India out of total subscription market, which includes OTT, is approximately $6.3 billion, out of which till today 85% is governed by pay TV, that is linear channel and related services, subscription plus ad sales. And if we just need to compare how the other progressed, matured markets are functioning in APAC itself, I will just take the example of two tiny countries. That is, one is Japan. The population of Japan is 13 crores. And their pay TV, that is subscription revenue, is around 10 billion. And we are 1.4 billion country. 140 crore, 140 crores. And our revenue is also $6.3 billion. And theirs is $10 billion. Out of which their pay TV revenue is $5 billion and ours is also 5 billion only. We take, suppose, example of Korea. Korea is just a 5 crores population country, and that does $6.3 billion revenue in media and entertainment, and 80% of it is pay TV. So these trends, how relevant they are, and how future for India it looks. So this is what we can see in near future. So media and entertainment industry in 2019 was at approximately $28 billion. When I talk about media and entertainment, I talk about TV, I talk about digital, I talk about print, radio, out of home, etc. In 2019, it was at $28 billion, and out of which 11 billion was contributed by pay TV, and 4 billion by digital industry. And in 2023, the collective revenue estimated is $31 billion from 28 to 31, out of which TV is going to contribute $12 billion and digital is going to contribute $8.5 billion. These are the best estimates that we are hoping that this year will have. Now, let's see the progression of media and entertainment in this part of the world, how it reflects. So KCCL has been forwardly integrating, diversifying, and creating and catering to those service areas which are at the core requirement of any household. So KCCL, of course, they are in cable. They are 6th major cable sub-MSO in the country. And they have marched ahead. And I was interacting with the gentleman here who's quite aware of the development technologically and market-wise also. 3 years back, they were at 50,000 subscribers. Now, after 3 years, they have touched 1 million broadband households. So this is a remarkable growth. Of course, it has to be backed by consistent investments and monitoring and
tremendous amount of hard work it requires. So KCCL, as a matter of responsibility, has towards the market, they are doing it, by which way they are sustaining, not only sustaining, they are growing their market share as well. So when we talk about cable, broadband, they have 2 channels also to cater to the consumer interests. And then KCCL has a convergent company also, the Kerala Vision Telemedia, which is actually researching and trying to converge available potential products which can be clubbed and the consumer, same consumer can be serviced through the same platform. So all this OTT, IPTV, cable and broadband, mobility, everything can be provided by the same organization through the same touch points to the same consumer, but all the basket of the services can be offered. So KCCL and group companies are on the part of telecom convergence to provide the hybrid solutions that we discussed. And as part of the, and this is what the reflection of the global trends is in this part of the world, in Kerala. So there could be more ancillary services they can be added going forward once this convergence and basic infrastructure gets established. So there could be security services, which is again a complementary service which has been thought and offered by a lot of platforms, especially cable and broadband in the mature market. So e-security services, there could be possibility in this part of the world with the kind of relationship this particular group holds through the mediators, the cables, last mile cable operators and consumers. There could be possibility of offering e-commerce service also going forward, which can't be very far because the core of the whole service provision that has been done by KCCL is based on relationship and commitment towards the market. So with all this, I see this happening, I can visualize this happening in near future, and it will be a reality in near future, and I wish them all the best, all the success always. Thank you. Thank you. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാര സമർപ്പണവാദം ആണ് വേദിയിൽ നടക്കുന്നത്. നമ്മുടെ ഉദ്ഘാടകനായി എത്തിയ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ സ്നേഹോപഹാരം നൽകുന്നതിനായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ വിജയകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സന്തോഷ് സാറിനെയും ക്ഷണിക്കുന്നു. നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത ശ്രീ ശ്രീകണ്ഠൻ നായർക്ക് സ്നേഹോപഹാരം നൽകുന്നത് സിഒയുടെ സ്റ്റേറ്റ് ട്രഷറർ ശ്രീ PS സിബിയാണ്. സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ശ്രീ സുനിൽ ജോഷിക്ക് ഉപഹാരം നൽകുന്നത് സിഒഎ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹനാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കേബിൾ മെഗാഫെസ്റ്റ് 2023 ഉദ്ഘാടന ചടങ്ങിൽ നന്ദി ആശംസിക്കുന്നത് കേരള ഇൻഫോ മീഡിയയുടെ CEO ശ്രീ NE ഹരികുമാറാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ വിശിഷ്ട അതിഥികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 21ാമത്തെ എഡിഷനാണ് മെഗാ കേബിൾ ഫെസ്റ്റിൻ്റെ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 20 എഡിഷനുകളും
കേരളത്തിലെ ബ്രോഡ്കാസ്റ്റ് കേബിൾ മേഖലയുടെ വളർച്ചയുടെ ഒരു ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. നമുക്കറിയാം, ഏറ്റവും പുതിയ ടെക്നോളജി, സർവീസുകൾ, ഉപകരണങ്ങളൊക്കെ തന്നെ കേരളത്തെ പരിചയപ്പെടുത്തുന്നതിൽ ഒരു മുഖ്യ പങ്കാണ് നമ്മുടെ എക്സിബിഷന് എല്ലാ കാലത്തും ഉള്ളത്. അതിൻ്റെ ഈ ഉദ്ഘാടന വേദി വളരെ പ്രൗഢമായിരുന്നു. ലോക ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളുടെ പ്രതിനിധികളായിട്ട് തലമുതിർന്ന സാരഥികൾ തന്നെ നമ്മുടെ ഈ വേദിയിൽ അലങ്കരിച്ചു. നമ്മളോട് മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചും ഉള്ളടക്കത്തെക്കുറിച്ചും സേവന മേഖലയെക്കുറിച്ചൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഒരു അറിവും ഉത്കണ്ഠകളും ഒക്കെ അവരൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു. ഈ വേദിയിൽ അധ്യക്ഷം വഹിച്ച സിഒയുടെ സംസ്ഥാന പ്രസിഡൻറ്റും നമ്മുടെ കേരള ഇൻഫോമീഡിയയുടെ സാരഥിയുമൊക്കെയായ ശ്രീ അബൂബക്കർ സിദ്ദിഖിനെ ഔപചാരികത പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മളോട് പല ഈ വർത്തമാനാവസ്ഥയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും സൂചിപ്പിച്ചു. അദ്ദേഹത്തെ നമുക്കറിയാം, കേരളത്തിലെ മാറ്റത്തിൻ്റെ ഒരു പുതിയ ഒരു കേരളത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ വലിയൊരു മോട്ടിവേറ്ററായിട്ടാണ് കേരളം ഇന്ന് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിച്ചു. വളരെ പ്രൗഢഗംഭീരമായ ഒരു അവതരണം, ഉദ്ഘാടന പ്രസംഗം അദ്ദേഹത്തിന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീകണ്ഠൻ നായർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ വേദികളിലും മെഗാഫെസ്റ്റിൻ്റെ ഒരു സ്ഥിരം സാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹവും മാധ്യമമേഖലയിലെ വലിയ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഷെയർ ചെയ്തു. അദ്ദേഹത്തെ ഈ മെഗാഫെസ്റ്റിൻ്റെ വേദിയിൽ നന്ദി അറിയിക്കുന്നു. And Mr. Sunil Joshi also a permanent face on our days of Mega Cable Fest. He delivered a very good keynote with the datas, analyzing the datas Indian and global media service industry. And I thank him very much for his very quality keynote address. ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ചത് കെ വി രാജൻ, സംഘടനയുടെ സിഒയുടെ ജനറൽ സെക്രട്ടറി, കേരള ഇൻഫോ മീഡിയയുടെ ചീഫ് പ്രൊമോട്ടർ, അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയാണ്. ഈ മെഗാഫെസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന മെഗാഫെസ്റ്റിലെ എല്ലാ സഹകരിച്ച് എല്ലാ സിഒയുടെയും KCCLൻ്റെയും മറ്റ് സഹകരണ സ്ഥാപനങ്ങളുടെയും എക്സിബിറ്റേഴ്സിനും മാധ്യമപ്രവർത്തകർക്കും എല്ലാ സഹകാരികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. കേബിൾ മെഗാഫെസ്റ്റ് 2023 ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എല്ലാവരെയും സ്റ്റാളുകൾ സന്ദർശിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ കേബിൾ മെഗാഫെസ്റ്റിൻ്റെ ആദ്യ ദിനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്രമുഖർ പങ്കെടുക്കുന്ന മാധ്യമ സെമിനാർ ഈ വേദിയിൽ നടക്കുകയാണ്. വാർത്തകളിലെ വസ്തുനിഷ്ഠതയും മാധ്യമങ്ങളുടെ വിശ്വാസ്യതയും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ പ്രമുഖരായ മാധ്യമപ്രവർത്തകരായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, പ്രമോദ് രാമൻ, ഷാനി പ്രഭാകർ, അഭിലാഷ് ജി നായർ, മാധു സജി, ഹാഷ്മി താജ് ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുക്കുന്നു. എല്ലാവരെയും ഈ മാധ്യമ സെമിനാറിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30.